അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മക്ക മുശ്രിക്കുകളുടെ ഒരാരോപണം ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുത്തതൊന്നുമല്ല. മക്കയിലെ ഒരു കച്ചവടക്കാരനോ മറ്റോ ആയിരുന്ന ഒരനറബിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില അവസരങ്ങളിൽ പോകാറുണ്ടായിരുന്നു. വല്ലതും ചോദിച്ചാൽ കഷ്ടിച്ച് ഉത്തരം പറയത്തക്കവണ്ണം ചില അറബി വാക്കുകൾ അയാൾക്കറിയാമായിരുന്നു. ഈ പഴുതുപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മുഹമ്മദിൻ്റെ ഈ ഖുർആൻ എന്ന് അവർ പറഞ്ഞിരുന്നു. ഈ ആരോപണത്തിന് അടിസ്ഥാനമായി അവർ സൂചിപ്പിക്കുന്ന ആ മനുഷ്യൻ കേവലം ഒരു അറബിയല്ല. അറബി ഭാഷ അയാൾക്ക് വേണ്ടതുപോലെ അറിയുകയുമില്ല. ഖുർആനാണെങ്കിൽ തനി അറബിയിലുള്ളതും അറബി സാഹിത്യത്തിൻ്റെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതും ആയിരുന്നു. എന്നിരിക്കെ ഈ ആരോപണം നിരർത്ഥമാണ്, മാത്രമല്ല ബുദ്ധിശൂന്യതയും കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രസ്തുത അനറബി ആരായിരുന്നുവെന്ന് നിർണയിച്ചു കൊണ്ടുള്ള പല റിവായത്തുകളും കാണാം. എന്നാൽ തീർത്തു പറയാൻ ആ കൂട്ടത്തിൽ ഇന്ന ആളെപ്പറ്റിയാണ് എന്ന് പറയാൻ വിഷമമുണ്ട്. മാത്രമല്ല ഖുർആൻ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ നാം അറിയുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.